വീഡിയോ ആരും സ്ക്രോൾ ചെയ്യല്ലേ. നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് കൊണ്ട് ഒരു 3 പേരുടെ ജീവനാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോ ബ്ലഡ് കൊടുക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ലല്ലോ. ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു മിനി ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ നിന്നും പഴയ രക്തകോശങ്ങളൊക്കെ പോയി പുതിയ ബ്ലഡ് സെൽസ്, ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ആണ് ഫോം ചെയ്യപ്പെടുന്നത്. റെഗുലറായിട്ട് ബ്ലഡ് കൊടുക്കുന്നത് ഹൃദയ ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ്. കാരണം രക്തത്തിൽ അമിത അളവിൽ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് അടിഞ്ഞുകൂടുന്നത് ഒഴിവാകുന്നതിലൂടെ ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല സ്മൂത്ത് ആവുകയും ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നെയോ നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ഇത് ഒത്തിരി നല്ലതാണ്. കാരണം നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുകയാണല്ലേ, അതിലൂടെ നമ്മുടെ ബോഡിയിൽ നല്ല ഹാപ്പി ഹോർമോൺസ് ആയ ഡോപ്പമിനും എൻഡോർഫിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അത് ഒത്തിരി സഹായിക്കും. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ദിവസം നന്നായിട്ട് വെള്ളം കുടിക്കുകയും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും വേണം. കൊടുത്തതിന് ശേഷം സ്ട്രെയിനസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. വെറും 10 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ നിന്നും 350-നും 450 ml ഇടയിലുള്ള ബ്ലഡ് എടുക്കുന്നത്. ഓരോ 3 മാസം കൂടുമ്പോഴും നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. സ്കോട്ടിഷ് നിയമം അനുസരിച്ച് 17-നും 65-നും ഇടയിൽ പ്രായപരിധിയിലുള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു തവണ നിങ്ങളൊന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് നോക്കിയേ, പിന്നെ നമ്മളത് റെഗുലർ ആയിട്ട് ചെയ്യും. അങ്ങനെ ബ്ലഡും കൊടുത്ത് കുറച്ചധികം ലീഫ്ലെറ്റ്സും അവരോട് ചോദിച്ചു മേടിച്ചു. അത് മറ്റുള്ളവർക്കും ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്.